അതായത് ഇന്ത്യൻ സിനിമയുടെ സീൻ മാറ്റാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം. അപ്പം ഒരു നടൻ എന്ന നിലയ്ക്ക് ഇതിനപ്പുറത്തേക്ക് പൃഥ്വിരാജിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു ആക്ടർക്ക് ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും ചെയ്തു വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയേണ്ട ഒരു സാഹചര്യം. കാരണം ആ നജീബ്, എനിക്ക് സത്യത്തിൽ സിനിമയിൽ പൃഥ്വിരാജിനെ ഞാൻ കണ്ടില്ല. മരുഭൂമിയിൽ ചെന്നതിന് ശേഷമുള്ള വിഷ്വലുകളിൽ പൃഥ്വിരാജിനെ എവിടെയെങ്കിലും കാണാൻ സാധിച്ചു എന്ന് പൃഥ്വിരാജിനെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് നജീബിനെ കാണാൻ സാധിച്ചു. എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും ഗംഭീരമായിട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഘടകം അതാണ്. അപ്പം ഒക്കെ പറഞ്ഞു 2009 ഈ പടം അനൗൺസ് ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജിന് വേറൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ, പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഹേറ്റേഴ്സ് ഉള്ള ഒരു നടനായിരുന്നു. തീർച്ചയായിട്ടും. അന്ന് ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് പല ടൈപ്പിലും പൃഥ്വിരാജ് ഇതിനെ കൊണ്ട് പറ്റുമോ, ഇവനെന്ത് ചെയ്യാൻ, അങ്ങനത്തെ പല രീതിയിലുള്ള കമന്റ്സ് അന്ന് വന്നിരുന്നു. അവിടുന്ന് മാറി നമ്മളിപ്പോ ഇത് പൃഥ്വിരാജിനെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത്.